ഇനി ഇവർക്ക് മണ്ണിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാവോ? വീട്ടിൽ നിന്നൊരു പ്ലേറ്റ് കൊണ്ടുവരായിരുന്നു. ചിലർക്കൊക്കെ ചിലപ്പോ ഫീലാവും. ചിലർക്കൊക്കെ ചിലപ്പോൾ ഫീൽ ആവുന്നത്. നിങ്ങളിപ്പോൾ ഈ വോയിസ് ആരുടെ എന്നുള്ള മനസ്സിലായോന്ന് അറിയില്ല. നമ്മുടെ ദിയ കൃഷ്ണ, യെസ്, ദിയ കൃഷ്ണകുമാറിൻ്റെ മോളുടെ വോയിസാണ് കേട്ടോ. അവർ ഈ ലണ്ടൻ ഓസി ടോക്കീസ് എന്നൊരു ചാനലുണ്ടല്ലോ, ഏകദേശം 8 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള ചാനലാണ്. ഈ ചാനലിൽ അവരുടെ അവർ ലണ്ടനിലാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലി കംപ്ലീറ്റ് ലണ്ടനിലാണ്. അവർ മറ്റേ കുട്ടിയുടെ എന്തോ ഐഫോൺ കളഞ്ഞു പോയിന്നോ എന്തോ പിക്ക് പോക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ എല്ലാവരും കണ്ടുവന്നിരിക്കുന്നുണ്ട്. ഇവർ ഈ ഒരു പാർക്കിൽ പോയ സമയത്ത് കൃഷ്ണകുമാറും മക്കളും പാർക്കിൽ പോയ സമയത്ത് പ്രാവിന് തീറ്റ കൊടുക്കുന്ന സമയത്ത് പ്രാവിന് തീറ്റ നിലത്തിട്ട് കൊടുക്കുകയാണ്. നിലത്തിട്ട് കൊടുക്കുന്ന സമയത്ത് അവരുടെ മോള് പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗാണ്, ഇനിയിപ്പോൾ ഇത് മണ്ണിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. ചിലർക്കൊക്കെ ചിലപ്പോൾ ഫീൽ ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് തമാശ രൂപത്തിൽ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഓക്കെ, കൃഷ്ണകുമാറിൻ്റെ കോൺട്രവേഴ്സി ഒരുവിധം എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഒരുവിധം സോഷ്യൽ മീഡിയ എല്ലാവരും ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഞാൻ ആ സമയത്ത് വീഡിയോ ചെയ്ത സമയത്ത് ഒരു ചെറിയൊരു ശതമാനം ഞാൻ കൃഷ്ണകുമാറിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല, ഞാൻ നമ്മുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, പുള്ളി അത് അയാളുടെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആളുടെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞതാണ്. പുള്ളി ആ ഒരു കോണ്ടെക്സ്റ്റുവലായിട്ട് ആ ഭക്ഷണത്തിനെ കുറിച്ച് മാത്രമാണ് അവിടെ സംസാരിച്ചത്. കാരണം അവരുടെ അമ്മയുടെ വ്ളോഗിൽ, പുള്ളിയുടെ വൈഫിൻ്റെ വ്ളോഗിൽ ആ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ചോദിച്ച സമയത്ത് അതിൽ പഴങ്കഞ്ഞി കണ്ടപ്പോൾ ആ പഴങ്കഞ്ഞി റിലേറ്റഡ് ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ആ ഒരു ഭക്ഷണത്തിനാണ് അവിടെ സംസാരിച്ചത്. പക്ഷേ ഞാൻ അതിലും എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞ സമയത്ത് ഒരു കാര്യം ഇത്ര പറഞ്ഞുള്ളൂ, ആളുടെ സ്റ്റേറ്റസും കാര്യങ്ങളും, നോട്ട് സ്റ്റേറ്റസ്, ആളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു പൊളിറ്റിക്കൽ, നാളെ ഒരു മന്ത്രി വരെ ആവാൻ ചാൻസസ് ഉള്ളൊരു വ്യക്തി, ഓക്കെ, പൊളിറ്റിക്സിലേക്ക് വരുന്ന ജനങ്ങളെ സേവിക്കാനുള്ള ചാൻസ് കിട്ടാവുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലത്തെ ഒരു ഡയലോഗ് വേണ്ടിയിരുന്നില്ല. ബിക്കോസ് ഹീ കുഡ് ഹാവ് തോട്ട് ട്വൈസ് ബിഫോർ മേക്കിംഗ് സച്ച് എ റിമാർക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അത് ഭയങ്കരമായിട്ട് അത്ര ആ കുഴി കുത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതിനെ വെച്ചിട്ട് പറഞ്ഞത് അതിൽ ഞാൻ ആനന്ദം കണ്ടെത്തിയെന്നല്ല പറഞ്ഞത്. പുള്ളി ഭക്ഷണത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു. പക്ഷേ ദിസ് ഇസ് ഈവൻ മോർ സീരിയസ്. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. കാരണം എന്താ അറിയോ, ഇതിപ്പോൾ പുള്ളിയുടെ പഴയ എക്സ്പീരിയൻസ് അല്ല, പുള്ളിയുടെ പഴയ ഒരു ഓർമ്മ പറഞ്ഞു നിർത്താന്നിരിക്കാം. പക്ഷെ മോള് 25-30 വയസ്സിൻ്റെ അടുത്ത് ഉണ്ടാവുമെന്നിരിക്കാം, മേ ബി, ലൈക്ക് ഐ ഡോണ്ട് നോ എത്ര ഉണ്ടാവുമെന്ന് അറിയില്ല. 25 വയസ്സിന് മേലെ പ്രായമുള്ളൊരു ഇന്നത്തെ ഫോർവേഡ് തിങ്കിങ്ങിലൂടെ നടക്കുന്ന ഒരാൾ ഈ പറഞ്ഞ കോൺട്രവേഴ്സി എല്ലാ സംഗതികളും ഇവരൊക്കെ കേട്ടതാണ് അല്ലേ, നമ്മളെല്ലാവരും കേട്ടു, ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തു, സപ്പോർട്ട് ചെയ്ത് പറയും. സ്വാഭാവികമായിട്ടും അച്ഛനെ അറിയുന്ന മക്കൾ അച്ഛനെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പറയും, സ്വാഭാവികമാണത് അല്ലേ, അച്ഛൻ പറഞ്ഞ ഉദ്ദേശിച്ചത് തന്നെയാണെന്ന് പറയും. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇത് എന്തുകൊണ്ട് ആൾക്കാർ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? ശരിയാണ്, അയാളുടെ ഓർമ്മ എടുത്തു. പക്ഷേ അന്ന് ഈ റിസീവിങ് എൻഡിൽ നിന്നിട്ടുള്ള ആ ഒരു മണ്ണിൽ കുഴി കുത്തിയിട്ട്, ഞാൻ വീണ്ടും പറയല്ല, പക്ഷെ എന്നാലും ഇതിൽ പറയേണ്ട ഇമ്പോർട്ടൻസ് ഉണ്ട് തോന്നിപ്പോയി. അന്ന് ആ കുഴി കുത്തി കഴിച്ചിട്ടുള്ള ആ വ്യക്തികൾ അവരെത്രത്തോളം ആ റിസീവിങ് എൻഡിൽ നിന്ന ആൾക്കാർ എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളത് അന്ന് ചിന്തിച്ചറിയാം അല്ലേ, അന്നത്തെ കാലഘട്ടമാണത്. പക്ഷെ ഇന്ന് ആ ഒരു കാലഘട്ടമല്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾ പറയാം, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒരുപാട് വേണ്ട സമയമാണ്. ആ ഒരു സമയത്ത് ഇതുപോലുള്ള ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ അല്ലേ, ഇമ്മച്വർ എന്ന് പറയാൻ പറ്റില്ല, ഇമ്മച്വർ എന്നാണോ വാക്കെന്നറിയില്ല, ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ദേ ഷുഡ് ഹാവ്, അവരത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ദേ ഷുഡ് നോട്ട് ഡു ഇറ്റ്. കാരണം വെച്ചാൽ ഇവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്ന ആൾക്കാർ പൊളിറ്റിക്കലി അല്ലാതെ ചിന്തിക്കുന്നവരെല്ലാം ജസ്റ്റ് ഒരു സാമാന്യ ബോധം വെച്ച് ചിന്തിക്കുന്ന സമയത്ത് കൃഷ്ണകുമാർ അങ്ങനെ ഡയലോഗ് പറയേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ പബ്ലിക് കാണുന്നൊരു വ്ളോഗിൽ ശരിയാണ്, ഞാൻ വീണ്ടും പറയുന്നത്, അച്ഛനെ സപ്പോർട്ട് ചെയ്യും സ്വാഭാവികമായിട്ടും. പക്ഷേ ആ ഒരു സിറ്റുവേഷനെ എന്ത് രീതിയിലാണോ ആർക്കാണോ ഇത് കേൾക്കുന്ന സമയത്ത് ഫീൽ ആവുക, കേൾക്കുന്ന സമയത്ത് ഫീൽ ആവുക അല്ലേ, ചിലർക്കെന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ അത് എല്ലാവരും ഭയങ്കര മോശമായിട്ട് കളിയാക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ചില കമൻസ് മാത്രം അതിൽ കണ്ടു. ഐ ഡോണ്ട് നോ വെദർ ദേ ഹാവ് ബീൻ ഡിലീറ്റഡ് ഓർ നോട്ട്. പക്ഷേ നമുക്കെന്തോ ഇതൊന്നും വേണ്ടിയിരുന്നില്ല. ഇങ്ങനെയൊന്നും അല്ല ഇന്നത്തെ ആൾക്കാർ പെരുമാറേണ്ടത്. കുറച്ചൊക്കെ മറ്റുള്ളവരുടെ സെൻറ്റിമെൻറ്റ്സും ഈ സംഗതി എന്താണെന്നുള്ളത്, എന്തായിരുന്നു ആ ഇഷ്യൂ എന്നുള്ളത് അറിഞ്ഞിട്ട് വേണ്ടി സംസാരിക്കാൻ എൻ്റെ ഒരു സംശയമാണ് കേട്ടോ, ഒരു കുത്തിത്തിരിപ്പായിട്ടല്ല. പക്ഷെ എനിക്കത് കണ്ട സമയത്ത് തോന്നിപ്പോയി. കാരണം വെച്ചാൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് അവോയ്ഡ് ചെയ്യണമെന്നല്ല പറയുക, ഇങ്ങനത്തെ റിമാർക്സ് ഒന്നും ചെയ്യരുതെന്നല്ല, ചെയ്യാൻ പാടില്ല. ഓക്കെ, സീരിയസ്ലി. പിന്നെ അത് കേട്ട് ചിരിക്കുക,
ഭയങ്കരമായിട്ട് അട്ടഹസിച്ച് ചിരിക്കുക അല്ലേ, മറ്റുള്ളവരുടെ സെൻറ്റിമെൻറ്റ്സിൽ അട്ടഹസിച്ച് സെൻറ്റിമെൻറ്റ്സാണ് അതൊരു ഒരു ഒരു അത് അന്ന് അനുഭവിച്ച ആൾക്കാരുടെ ഒരു സെൻറ്റിമെൻറ്റ്സാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്തെങ്കിലും അച്ഛൻ എന്ന വ്യക്തിക്ക് അറ്റ്ലീസ്റ്റ് ഈ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു. ഇനി അത് പറ്റില്ലെങ്കിൽ തന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. കാരണം ഇത് ലൈവ് അല്ലല്ലോ, ഇതൊക്കെ ഒരു എഡിറ്റഡ് വേർഷൻ വരുന്ന സമയത്ത് ഇതിന് ഈ ഒരു പോർഷനൊക്കെ റിമൂവ് ചെയ്തിട്ട് ചെയ്യായിരുന്നു. അതിൻ്റെ ഒരു ഉചിതമായിട്ടുള്ളൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്നു. അതും കൂടി വിടില്ലെങ്കിൽ ഇത് ശരിക്കും ഈ പറഞ്ഞ ആൾക്കാരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമായിട്ട് അവരെ അങ്ങനെ അടച്ച് മോക്ക് ചെയ്യുന്നതിന് അവരെ കളിയാക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു സംസാരവും വിഷയവും സെൻറ്റൻസും ടോണും അട്ടഹാസവും എല്ലാം കൂടി ആയിട്ട് എനിക്കെന്തോ പേഴ്സണലി ഫീൽ ചെയ്തു. അത്രയേ ഉള്ളൂ. ഈ ഒരു വിഷയം ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വെച്ചു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.